നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ ഇന്ന് നിയമസഭ പ്രമേയം പാസാക്കും. ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷാ സംവിധാനം പരിഷ്കരിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രമേയം അവതരിപ്പിക്കും. പ്രതിപക്ഷവും പ്രമേയത്തെ പിന്തുണയ്ക്കും. വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിൽ നടക്കും. ഡാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, എന്തൊക്കെയാണ് ലഭിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ? നീറ്റ് പരീക്ഷ വലിയ തരത്തിലൊരു ആശങ്കയ്ക്ക് വഴിമാറിയേക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ പരീക്ഷയിലെ ക്രമക്കേടുകൾ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി, അത് തിരുത്തുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൽ കൃത്യമായ പരിഷ്കാരം കൊണ്ടുവരണമെന്നൊരു ആവശ്യം തന്നെയാണ്, സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം തന്നെയായിരിക്കും നിയമസഭയിൽ പ്രമേയത്തിലൂടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അവതരിപ്പിക്കുക. പ്രതിപക്ഷവും ഈ പ്രമേയത്തെ പിന്തുണയ്ക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും ഇന്ന് സഭയിൽ ഉണ്ടാകും. ശരി, ഡാൻകുരിനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ഇന്ന് ചുമതലയേൽക്കുകയാണ്. 1992 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ബീഹാർ സ്വദേശിയായ സിൻഹ. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വിരമിക്കുന്ന ഒഴിവിലാണ് സിൻഹയുടെ നിയമനം. 35 വർഷത്തെ സർവീസിന് ശേഷം വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ജയതിലകിന് സർക്കാർ യാത്രയയപ്പ് നൽകും. വൈകുന്നേരം 3-ന് ദർബാർ ഹാളിൽ നടക്കുന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കും. ആഭ്യന്തര സെക്രട്ടറിയായ ബിശ്വനാഥ് സിൻഹ ചീഫ് സെക്രട്ടറിയാകുന്നതോടെ IAS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി വേണ്ടിവരും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥിനെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ അതൃപ്തി തുടരുന്നു. സംഘപരിവാർ ബന്ധമുള്ള വ്യക്തിയാണ് സുപ്രധാന പദവിയിലേക്ക് പരിഗണിക്കുന്നതെന്നും ഇത് BJPക്ക് അനുകൂലമായ രീതിയിൽ വാർഡ് വിഭജനം അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആരോപിച്ചു. അതേസമയം മന്ത്രി KM ഷാജി ശേഷാദ്രിനാഥിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. VV വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോഴത്തെ ഈ നിയമനത്തിൽ വിവാദം പുകയുകയാണ്. പ്രധാനമായും കോൺഗ്രസ് നേതാക്കളൊക്കെ ഇതിനെ എതിർക്കുന്ന സാഹചര്യമാണുള്ളത്. എന്തൊക്കെയായിരിക്കും ഇതിലെ തുടർ നീക്കങ്ങൾ? അനുശ്രീ, നേരത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതിനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അത് VD സതീശനും ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഒത്തുകളിയായിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിനെ സഹായിക്കുന്ന തരത്തിൽ CPMന്റെ ഭാഗത്ത് നിന്നാണ് അങ്ങനെ ഒരു ആരോപണം ഉയർന്നത്. പക്ഷേ ഇപ്പോഴതാ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ വിവാദം വരുന്നു. കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഈ വിവാദം ഉയരുന്നത്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഈ പഠനകാലത്ത് SFI പ്രവർത്തകനായിരിക്കുകയും പിന്നീട് സംഘപരിവാർ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയഗതിയിലേക്ക് പോവുകയും ചെയ്ത ശേഷാദ്രിനാഥിനെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ശേഷാദ്രിനാഥിനെ അങ്ങനെ ഒരു തസ്തികയിലേക്ക് നിയമിക്കരുതെന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്നു. ഇവിടെ മുസ്ലിം ലീഗ് മന്ത്രി KM ഷാജിയുടെ നിലപാടും വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത് തൻ്റെ വകുപ്പ് നൽകിയ ഒരു ശുപാർശ സർക്കാർ അംഗീകരിക്കുകയാണ് ചെയ്തത്. ശേഷാദ്രിനാഥിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് നോക്കേണ്ടതില്ല എന്ന തരത്തിലാണ് ഈ നിയമനത്തെ ന്യായീകരിക്കുന്ന തരത്തിലാണ് KM ഷാജിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അതേസമയം ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ഇടപെടലുണ്ടാകും. അത് BJPക്ക് അനുകൂലമായ തരത്തിൽ കാര്യങ്ങളെ നീക്കിക്കൊണ്ടു പോകും എന്ന തരത്തിലുള്ള ആക്ഷേപമാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം ഉയർത്തുന്നത്. അതേസമയം കോൺഗ്രസിനുള്ളിൽ തന്നെ ഈ നിയമനത്തെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ആ തരത്തിൽ വലിയ ഒരു തർക്ക വിഷയമായി മാറുന്നുണ്ട്. പക്ഷേ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട തീരുമാനത്തിൽ മാറ്റം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അനുശ്രീ, ശരി, VV വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ 2027 സെൻസസിന്റെ ഭാഗമായുള്ള സ്വയം വിവരങ്ങൾ സമർപ്പിക്കലിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പൊതുജനങ്ങൾക്ക് ഔദ്യോഗിക സെൻസസ് പോർട്ടൽ വഴി ഓൺലൈനായി ഈ വിവരങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും. അതേസമയം സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം പേരും വിവരങ്ങൾ സമർപ്പിച്ചിട്ടില്ല. CV അനുമോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, ഇപ്പോഴും ഈ വിവരങ്ങൾ സമർപ്പിക്കാൻ ഇനിയും ആളുകൾ ഒരുപാട് ബാക്കിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെപ്പറ്റി ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു സാഹചര്യം കൊണ്ടാണോ ഇത്തരമൊരു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.